وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണ പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഏതാനും ചില ആയത്തുകൾ നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്താണ്. ആദ്യം അതുവരെ ഒന്ന് നമുക്ക് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. ഇഹ്ദിന എന്നതിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ച പോലെ ആദ്യത്തെ അക്ഷരം ഒരു അലിഫാണല്ലോ, ഇഹ്ദിന. ആ അലിഫിൻ്റെ മുകളിലാണ് ഹർക്കത്തുള്ളത്. പുതിയ മുസാഫ് അനുസരിച്ച് അലിഫിൻ്റെ മുകളിലാണ് ഹർക്കത്ത് കാണുക. ഇത് ഫതഹാണ് എന്ന് തെറ്റിദ്ധരിച്ച് അഹ്ദിന എന്നോതുന്നവർ വരെ കൂട്ടത്തിലുണ്ട്. അതൊരു ഫതഹല്ല. ആ ഹർക്കത്ത് കണ്ടാൽ എന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അടയാളം ഫതഹല്ല. ചില സമയത്ത് ആ അടയാളത്തിന് ഫതഹ് കൊടുക്കേണ്ടി വരും, ചില സമയത്ത് അതേ അടയാളത്തിന് കസ്റ വായിക്കേണ്ടി വരും, ചില സമയത്ത് അതേ അടയാളത്തിന് ലമ്മ വായിക്കേണ്ടി വരും. അത് അറബി ഭാഷ അറിയുന്നവർക്ക്, അതിൻ്റെ ഗ്രാമർ അറിയുന്നവർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത മുസാഫാണ്. നേരെ മറിച്ച് നമ്മുടെ പഴയ പൊന്നാനി ലിപി അനുസരിച്ച് അവിടെ അലിഫിൻ്റെ താഴെ തന്നെയാണ് അടയാളമുള്ളത്. അവിടെ കൺഫ്യൂഷൻ വരാറില്ല. അപ്പോൾ ആ അക്ഷരം ശ്രദ്ധിക്കണം. അവിടെ ഈ എന്ന് വ്യക്തമായിട്ട് പറയണം. ചിലപ്പോൾ അത് ആയാണോ ഈ ആണോ എന്ന് സംശയിച്ചിട്ട് എ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. എഹ്ദിന. ചിലർ ദിന എന്ന് പറഞ്ഞിട്ട് ഒന്നും വ്യക്തമാക്കാത്ത രീതിയിൽ ഓതുന്നവരുണ്ട്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്കും മനസ്സിലാവണം ഇത് ഏത് അക്ഷരമാണ്, ഏത് ഹർക്കത്താണ് കൊടുത്തതെന്നുള്ളത്. ഞാൻ എങ്ങനെ ഓതിയത് നീ അങ്ങനെ കേട്ടതാണ്, അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ പറയും, ഞാൻ ശരിക്കും തന്നെയാണ് ഓതിയത്, ഞാൻ ഈ തന്നെയാണ് പറഞ്ഞത്, നീ കേട്ടതിൻ്റെ കുഴപ്പമാണ്. ഓതേണ്ട പോലെ ഓതിയാൽ കേൾക്കണതിന് പിന്നെ കുഴപ്പമുണ്ടാവാൻ പാടില്ല. അപ്പോൾ അത്രയും വ്യക്തമാക്കണം എന്നർത്ഥം. അപ്പോൾ ഇഹ്ദിന എന്നതിലെ അലിഫിന് കെസ്റ് ചെയ്തിട്ട് വ്യക്തമാക്കണം. ഈ എന്നതിനോട് പറയണം ഈ. പിന്നെ അത് കഴിഞ്ഞാൽ ഹാ. ഇവിടെ ഹാ ഒരുപാട് ആളുകൾ അതിലൊരു തെറ്റ് വരുത്താറുണ്ട്. കാരണം ഹാ എന്ന അക്ഷരത്തിന് കൽക്കലത്ത് എന്നൊരു സിഫത്ത് കൊടുക്കാറുണ്ട്. കൽക്കലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ട ഭാഷയിൽ പറഞ്ഞാൽ ഒരു കയറ്റിയിറക്കം. അതായത് അക്ഷരത്തിനെ എന്ത് ചെയ്യുക, ഒരു അതിൻ്റെ ശബ്ദം അതിനെ ഉയർത്തിക്കൊണ്ട് ഇഹ്ദിന എന്ന് പറയാറുണ്ട്. അവിടെ ഇഹ്ദിന എന്നേ പറയേണ്ടതുള്ളൂ. അവിടെ അല്ലാതെ ഇഹ് എന്ന മുഴക്കം വരാൻ പാടില്ല. അതായത് അവിടെ ഇഹ്ദിന അല്ല ഇഹ്ദിനയാണ്.
ഇഹ്ദിന. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇഹ്ദിന എന്ന് പറഞ്ഞ് ഓതുന്നത് തെറ്റാണ്. കൽക്കലത്ത് എന്നൊരു സിഫത്ത് 5 അക്ഷരങ്ങൾക്കാണ് ഉള്ളൂ, അതല്ലാത്ത അക്ഷരങ്ങൾക്കത് കൊടുക്കരുത്. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഖുതുബ്ജദ് എന്ന് പറയുന്ന വാക്കിലുള്ള അക്ഷരങ്ങളാണ്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. അവിടെയൊക്കെ ഓതുമ്പോഴാണ് നമ്മൾ ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പോഴാണ് നമ്മൾ ഈ മുഴക്കം കൊടുക്കേണ്ടി വരിക. ഇപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്നാണ് ഓതേണ്ടത്. കാരണം അത് ഈ കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. നേരെ മറിച്ച് അവിടെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നോതാൻ പാടില്ല. അപ്പോൾ കൽക്കലത്ത് വന്നില്ല. അപ്പോൾ കൽക്കലത്തുള്ള 5 അക്ഷരങ്ങൾക്ക് മാത്രമേ കൽക്കലത്ത് കൊടുക്കാവൂ. അതുകൊണ്ട് തന്നെ ഇഹ്ദിന എന്നേ പറയാവൂ, ഇഹ്ദിന എന്ന് പറയരുത്, തെറ്റാണ്. പിന്നെ ദാല്, ഇഹ്ദി, ദാലിന് കെസ്റാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നൂനാണ്. നൂനിന് ഫതഹ് ഉണ്ട്. ആ ഫതഹിനെ നീട്ടാനുള്ളൊരു അലിഫ് കാണാൻ പറ്റും മുസാഫിൽ. ഇഹ്ദിന എന്ന് നീട്ടാനുള്ളൊരു അലിഫ് കാണാൻ പറ്റും. പക്ഷെ അത് ഇഹ്ദിന സ്വറാത്ത് എന്ന് ചേർത്തി ഓതുമ്പോൾ ആ അലിഫിൻ്റെ ഉച്ചാരണം വരില്ല. എന്ന് പറഞ്ഞാൽ അത് നീട്ടേണ്ട ആവശ്യമില്ല. ഇത് പറയാനുള്ള കാരണം വസ്വാസാക്കാനല്ല. ഇങ്ങനെ ഓതുന്ന ആൾക്കാർ പലപ്പോഴും മിഹ്റാബിന്ന് പോലും അങ്ങനത്തെ ഓത്ത് കേട്ടിട്ടുണ്ട്. ഇഹ്ദിനാ സിറാത്തൽ മുസ്തഖീം അങ്ങനെ ഓതി കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, അന്നൂനെ നീട്ടരുത്, ഇഹ്ദിനസ് എന്നേ പറയേണ്ടതുള്ളൂ. ആ അലിഫിനെ അവിടെ പരിഗണിക്കാൻ പാടില്ല. പിന്നെ അടുത്ത ഉച്ചാരണം വരുന്നത് സ്വാദാണ്. സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ വളരെയധികം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴുള്ള മലയാളത്തിൽ സ് പ്ലസ് വ, സ്വ എന്ന ഒരു ഉച്ചാരണം ഉണ്ടല്ലോ, ഇതാണ് ആ അക്ഷരം എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനെ പിന്നെ സ്വാതന്ത്ര്യത്തിൽ സ്വ എന്നതിനെ അറബിയിൽ എഴുതുകയാണെങ്കിൽ സ് വ എന്നാണ് എഴുതേണ്ടത്. സ്വ, സ്വ, സ്വ. എന്നാൽ ഇതല്ല, ഇത് വേറൊരു അക്ഷരമാണ്. മറ്റേത് 2 അക്ഷരമാണ്. സ് വ എന്ന് പറയുന്നത് 2 അക്ഷരമാണ്. സ്വ എന്ന് പറയുന്നത് 2 അക്ഷരമാണ്. ഇത് ഒരക്ഷരമാണ്. അതെങ്ങനെ ഉച്ചരിക്കണം? സ്വ, സ്വ, സ്വി, സ്വ, സ്വി എന്ന് പറഞ്ഞാൽ ചുണ്ടിങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല ഈ അക്ഷരം ശബ്ദം വരാൻ. സ്വ എന്ന് പറഞ്ഞിട്ട് ചുണ്ടിങ്ങനെ ഇങ്ങനെ വാവ് ഉച്ചരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ ഈ ശബ്ദം വരണം. സ്വ, സ്വ പറഞ്ഞു നോക്കിയേ. അതായത് സ പറയുമ്പോഴും സ്വ പറയുമ്പോഴും ചുണ്ടിൻ്റെ പൊസിഷൻ ഒന്നാണ്. സ, 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 സ്വ, സ, സ്വ. ചുണ്ടിനൊരു വ്യത്യാസം വരാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യണം? നാവിനെ പ്രത്യേകമായ രീതിയിൽ എന്ത് ചെയ്യണം? അതിനാ സിഫത്ത് കൊടുക്കുന്ന രീതിയിൽ ഉച്ചരിക്കണം. സ്വ, 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 സ, സ്വ, സ, സ്വ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഹ്ദിനസ്വൈ, ഇഹ്ദിനസ്വൈ, ഇഹ്ദിനസ്വൈ പറഞ്ഞു നോക്കിയേ. ഇഹ്ദിനസ്വൈ. പിന്നെ അത് കഴിഞ്ഞാൽ റായാണ്. റാ, റാ എന്ന അക്ഷരത്തിന് 2 രീതിയിലുള്ള ഉച്ചാരണം ഉണ്ട്. ഒന്ന് അതിൻ്റെ തഫ്ഹീം ആയിട്ടുള്ള ശബ്ദകനത്തോടു കൂടെയുള്ള ഉച്ചാരണം, മറ്റൊന്ന് തർക്കീഖ് എന്ന് പറയുന്ന ശബ്ദത്തിനെ ലഘൂകരിച്ചു കൊണ്ടുള്ള ഉച്ചാരണമുണ്ട്. ഇവിടെ എന്തായാലും റായിന് ഫതഹ് ആയതുകൊണ്ട് തഫ്ഹീമായിട്ടുള്ള രൂപം റാ, റാ എന്ന ശബ്ദമാണ് വേണ്ടത്. അല്ലാതെ റാ, റാ അല്ല, റാ അല്ല, റാ, റാ. ആ മുഴക്കം വരണം, അതാണ് തഫ്ഹീം. അപ്പം ഇഹ്ദിനസ്സിറാ, ഇഹ്ദിനസ്സിറാ. പിന്നുള്ള അക്ഷരം ത. തായും നേരത്തെ സ്വാദിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ ത് പ്ലസ് വ, ത്വ, തത്വം, സമത്വം എന്ന് പറയുന്നതിലുള്ള ത്വ അല്ല ഇത്. അത് ത് പ്ലസ് വ, ത്വ, ത്വയാണ് സമത്വം എന്നതിൽ വന്നിട്ടുള്ളത്. ഈ അറബിയിൽ ഈ അക്ഷരം മറ്റൊന്നാണ്, 2 അക്ഷരങ്ങളല്ല, ഇതൊരക്ഷരമാണ്. അതിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞ പോലെ താ, ത്വാ.
ഈ രണ്ടക്ഷരങ്ങളെയും മാറി മാറി ഉച്ചരിക്കുമ്പോഴും ചുണ്ടിൻ്റെ പൊസിഷൻ ഒന്നായിരിക്കണം. ത പോ ത പോ. പക്ഷെ ശബ്ദം വ്യത്യാസം ഉണ്ടാവും. ത വേറെ, പോ വേറെ. ത പോ ത പോ. അത് നാവിൻ്റെ ഒരു പ്രത്യേക പൊസിഷൻ മാത്രം വ്യത്യാസം വരുള്ളൂ, വേറൊരു വ്യത്യാസം വരില്ല. നാവിനാണ് ഇവിടെ പണിയുള്ളത്. അപ്പോൾ പിന്നെ ത്വ എന്ന് പറയുന്ന രീതി ഒഴിവാക്കണം. ഇതിന് സിറാത്വ അല്ല, സിറാത്ത. ഇഹ്ദിന സിറാത്ത പറഞ്ഞു നോക്കിയേ. ഇഹ്ദിന സിറാത്ത ത. പിന്നെ കുഴപ്പമില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന സിറാത്തൽ മുസ്തയാണ്, പിന്നെ ഖാഫാണ്. മുസ്തഖീം. അത് മുസ്തഖീം ആവരുത്. മുസ്തഖീം അല്ല, മുസ്തഖീം അല്ല, മുസ്തഖീം. മുസ്തഖീം. ഈ മീമിനെന്താ ഫത്ഹ, കസ്റ, ദമ്മ. മുസ്തഖീം, മുസ്തഖീമ എന്നാണോ, മുസ്തഖീമി എന്നാണോ, മുസ്തഖീമു എന്നാണോ? എന്താണ്? നമ്മൾ ഫാത്തിഹയിൽ എല്ലാ ആയത്തിൻ്റെയും അക്ഷരം അവസാനത്തെ അക്ഷരം പറഞ്ഞില്ലേ? ഇവിടെ എന്താ? മീമിന് ഫത്ഹാണ്. മുസ്തഖീമ. മുസ്തഖീമ. വഖഫ് ചെയ്യണില്ലെങ്കിൽ അവിടെ മുസ്തഖീമ എന്നാണ് പറയേണ്ടത്. വഖഫ് ചെയ്യണമെങ്കിൽ മുസ്തഖീം. അപ്പോൾ നമുക്ക് ഓതി നോക്കാം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇതിലെ മദ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇഹ്ദിനസ് സിറാത്ത്. ഇഹ്ദിനയുടെ നൂനിനെ നമുക്കിപ്പോൾ തൽക്കാലം നീട്ടണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അവിടെ മദ്ദിൻ്റെ ചർച്ചയില്ല. സിറാത്ത എന്ന് പറയുന്ന റാഇൻ്റെ മദ് ഏതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഏതായിരിക്കും മദ്? നമ്മൾ പറഞ്ഞല്ലോ സൂറത്തുൽ ഫാത്തിഹയിലാകെ 3 തരം മദ്ദുകളെ വന്നിട്ടുള്ളൂ. അതിലെ 2 തരം മദ്ദുകൾ നമ്മൾ പറഞ്ഞു. ഇനിയൊരു തരം ഉള്ളത് അവസാനമാണ്. ഇവിടെ സിറാ എന്ന മദ് മദ്ദുൽ അസ്ലി എന്നാണ് അറിയപ്പെടുക. അതായത് മദ്ദക്ഷരത്തിന് ശേഷം ഹംസോ സാക്കിനോ അല്ലെങ്കിൽ പിന്നെ ആ മദ് അസ്ലി എന്നാണ് പറയുക. അതായത് ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ എന്ന് പറയുന്ന അക്ഷരം, സാക്കിൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള അക്ഷരം, ഹർക്കത്തില്ലാത്ത അവസ്ഥ. അപ്പോൾ പിന്നെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസോ സുക്കൂനോ ഇല്ലെങ്കിൽ അത്തരം മദ്ദുകളെ മദ് അസ്ലി എന്ന് പറയും. പിന്നെ അപ്പോൾ ഇഹ്ദിനസ് സിറാത്ത റാ എന്നതിന് മദ് അസ്ലി എന്നാണ് പറയാം. ഒരു അലിഫാണ് നീട്ടേണ്ടത്. ഇതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല. പിന്നെ മുസ്തഖീം എന്നത്, മുസ്തഖീം അവിടെ ഒരു മദ്ദുണ്ടല്ലോ. ഈ മദ്ദിനെ മദ്ദുൽ ആരിൽ എന്ന് പറയും. മദ്ദക്ഷരത്തിന് ശേഷം താൽക്കാലിക സുക്കൂൻ വന്നു. മുസ്തഖീമ എന്നതിനെ നമ്മൾ തൽക്കാലം സുക്കൂൻ ചെയ്ത് ഓതി മുസ്തഖീം എന്നാക്കി. അപ്പോൾ അവിടെ മദ്ദുൽ ആരിൽ വരും. മദ്ദുൽ ആരിൽ വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരലിഫാവാം, 2 അലിഫാകാം, 3 അലിഫാകാം. ഓരോ അലിഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൂറത്തുൽ ഫാത്തിഹ, ഇനി മറ്റു സൂറത്ത് ഓതുമ്പോൾ അതിനെന്തെങ്കിലും പിഴവ് നിസ്കാരത്തിൽ തന്നെ
മറ്റെന്തെങ്കിലും ചെറിയ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വെച്ചിട്ട് നിസ്കാരത്തിനെ ബാധിക്കൂല. ഇപ്പം ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സൂറത്ത് ഓതും. ആ സൂറത്ത് ഓതുമ്പോൾ അതിലിഞ്ഞ് എന്തോ ഒരക്ഷരം അങ്ങോട്ട് മാറി, മഹർജ് മാറി, അതിൻ്റെ നീട്ടൽ പോയി, മണിക്കൽ പോയി എന്ന് വെച്ചിട്ട് തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ ഉണ്ടാവുന്നല്ലാതെ നിസ്കാരത്തിനത് ബാധിക്കൂല. പക്ഷെ ഫാത്തിഹയിൽ വരുന്ന ഈ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ പോലും നിസ്കാരത്തിനെ ബാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം. ഒരക്ഷരത്തിൻ്റെ ഉച്ചാരണം മാറിപ്പോയാൽ, ആ അക്ഷരം മാറി, ആ അക്ഷരത്തിൻ്റെ മഹ്റജ് മാറിയാൽ പിന്നെ വേറൊരു അക്ഷരമായി മാറി, ഇങ്ങനെ വന്നാൽ അത് നിസ്കാരത്തിനെ ബാധിക്കും. ഇതാണ് ഇതിൻ്റെ ഗൗരവം. ഇപ്പം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഹ്ദിന സ്വയ് എന്നതിനെ ഒരാൾ ഇഹ്ദിന സിറാത്ത എന്ന് പറഞ്ഞിട്ട് ഓതിയാൽ തന്നെ നിസ്കാരം പോകും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഒരു ക്ലാസ് കഴിഞ്ഞ് പോയാൽ നമുക്കത് കേൾക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പിന്നെയും കേൾക്കണമെങ്കിൽ ആ ക്ലാസ് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ നിസ്കാരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ, അപ്പം സാന്ദർഭികമായിട്ട് പറയുകയാണ്, പലരും ഇങ്ങനെ എന്നിങ്ങനെ ആക്കണ കേൾക്കാം. ഇങ്ങനെ വെടനക്കൽ, തനഹ്നുഹ് എന്നാണ് അതിനെ അറബിയിൽ പറയുക. ഈ വെടനക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് രണ്ടക്ഷരം വെളിവായി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്നതാണ്. അപ്പോൾ എന്നിങ്ങനെ ആക്കുമ്പോൾ 1, 2, 3 അക്ഷരമൊക്കെ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. പിന്നെ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഫാത്തിഹ ഓതനേൻ്റെ ഇടയിൽ നമ്മുടെ ശബ്ദം സ്റ്റക്കായി ഓതാൻ കഴിയുന്നില്ല. അപ്പോൾ നിനക്കല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ എനിക്കൽ അനുവദനീയമാണ് ഫാത്തിഹയ്ക്ക് വേണ്ടി മാത്രം. അതും ഉറക്കം ഓതാൻ വേണ്ടിയിട്ടല്ല, പതുക്കെ ഓതാൻ തന്നെ കഴിയണില്ല. ഇപ്പോൾ ഇമാമ് എന്ത് ചെയ്തു? മാലിക് യൗമിദ്ദീൻ അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്ത്? തൊണ്ടയിൽ കഫം കെട്ടി. പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇനിയൊരു തനഹ്നുഹ് വേണം. ഉറക്കം ഓതണമെങ്കിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണം, ഇങ്ങനെ ഈ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കേണ്ടി വരും. അതല്ല പതുക്കെ ഓതുകയാണെങ്കിൽ അങ്ങനെ ആക്കാണ്ട് തന്നെ ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ മുതൽ പിന്നെ പതുക്കെ ഓതിയാൽ മതി എന്നാണ്. അവിടെ മുതൽ പിന്നെ ഇമാം എന്ത് ചെയ്താൽ മതി? മാലിക് യൗമിദ്ദീൻ്റെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ നിർത്തുക. എന്നിട്ട് ഇയ്യാക നഅ്ബുദു അവിടെ നിന്ന് അങ്ങോട്ട്. കാരണം ഈ തനഹ്നുഹ് ഉണ്ടാവാൻ പാടില്ല. നല്ല ശബ്ദം നിസ്കാരത്തിൽ ചെയ്യരുത്. ചെയ്താൽ പിന്നെന്താവും? നിസ്കാരം ബാത്തിലാവും. അപ്പോൾ ഇമാമ് പോലും അങ്ങനെ ഉറക്കോതാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആക്കാൻ പാടില്ല. അതല്ല ഓതാൻ തന്നെ കഴിയൂല, ഈ തനഹ്നുഹ് ചെയ്യാതെ വെടനക്കാതെ ഓതാൻ തന്നെ കഴിയില്ല, ഉറക്കും പറ്റൂല, പതുക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഇമാമിന് എന്ത് ചെയ്യാം? തനഹ്നുഹ് ചെയ്യാം. അതും വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ മഅ്മൂമിനും ഇത് തന്നെയാണ് മസ്അല. നിസ്കാരത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? തനഹ്നുഹ്, വെടനക്കരുത്, ശബ്ദം അനക്കരുത്. നിസ്കാരത്തിന് മുമ്പായിക്കോളി, നിസ്കാരം കഴിഞ്ഞിട്ടായിക്കോളി. നിസ്കാരത്തിലാക്കുമ്പോൾ അതിൽ നിന്ന് അക്ഷരങ്ങൾ വെളിവായി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ പിന്നെ നിസ്കാരം, ഒരു വിഭാഗം ആളുകളുടെ നിസ്കാരം അല്ലാഹു തആല മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഹദീസിലുണ്ടല്ലോ. ഒരു വിഭാഗം ആളുകൾ മഹ്ശറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? നിസ്കാരം കൊണ്ട് ഓടാന്ന് പറഞ്ഞിട്ട് എറിഞ്ഞ് കളയും. അപ്പോൾ നമ്മൾ പഠിച്ചില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഇതൊന്നും നമുക്കവിടെ എന്തല്ല, ഉദറല്ല. പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നീ എന്തേ പഠിക്കാതിരുന്നതിനുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ടാവും. പഠിക്കാതിരുന്നതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യും? കുടുങ്ങിപ്പോവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക? ഗൗരവത്തിൽ സൂറത്തുൽ ഫാത്തിഹ വളരെ ഗൗരവത്തിൽ പഠിക്കണം. അതതിൻ്റെ തനിമ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം. ഇപ്പോൾ നമ്മുടെ തലമുറയിലേക്ക് ഫാത്തിഹകൾ വന്നിരിക്കുകയാണ്. ഫാത്തിഹത്ത് ഇനി നമ്മളാണ് അടുത്ത തലമുറയിലേക്ക് ഇത് കേടുകൂടാതെ കൊടുക്കേണ്ട ആൾക്കാർ. ഇങ്ങനെ ഓരോ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൊടുത്തിട്ടാണ് ഇപ്പോൾ 1400 വർഷം ഇങ്ങോട്ട് പോകുന്നത്. ഫാത്തിഹ അന്നിറങ്ങി, ഖുർആൻ അന്നിറങ്ങിയിട്ട് ഇത്രയും സൂക്ഷിച്ചിങ്ങനെ കൈകാര്യം ചെയ്ത് പോയതിൻ്റെ പേരിലാണ് നമുക്കിത് കിട്ടിയത്. ഇല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും എന്തൊക്കെ ആയിട്ടുണ്ടാവും, എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ലോകത്ത് സകല സാധനങ്ങൾക്കും വ്യത്യാസം വന്നു. പക്ഷെ ഖുർആനിന് എന്ത് ചെയ്തില്ല? വ്യത്യാസം വന്നില്ല. അത് അല്ലാഹു തആല അങ്ങനെ തന്നെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കുറച്ച് ഉപകരണങ്ങൾ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോകണം. അതിന് നമ്മൾ കാരണമാവുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം.
സൂക്ഷിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, അല്ലാഹു തആല നമ്മളെ അതിന് കാരണമാക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ ഭാഗ്യമാണെന്ന് മാത്രം. ഇനിയിപ്പോൾ നമ്മളൊന്നും ഇത് പഠിച്ചില്ലെങ്കിലും സംഭവം ഇതിങ്ങനെ കേടില്ലാതെ അങ്ങനെ പോയിക്കോളും. പക്ഷെ നമുക്കതിൻ്റെ ഒരു കണ്ണിയാകാൻ കഴിയാന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ അല്ലാഹു തആല ബാക്കിയുള്ള തെറ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ട് നമുക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ അല്ലാഹു തആല തരും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് മുടങ്ങാതെ കേൾക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും, ഇനി ഇൻഷാ അല്ലാഹ് ഫാത്തിഹയുടെ ക്ലാസ് കഴിയുന്നതോടുകൂടെ ഓതാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഓതാനുള്ള അവസരം ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക്, അല്ലാത്തവർക്ക് വേണ്ട. ആർക്കും താല്പര്യമില്ല, ആരും ഓതണ്ട, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പരിശീലനങ്ങളൊക്കെ നമ്മൾ എത്ര ഇന്ന് വയത് പറഞ്ഞാലും പരിശീലനമാവില്ല. പരിശീലനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പരിശീലനം ആർക്കാണോ ആവശ്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക വേണ്ടത്. ഇപ്പോൾ ഡ്രൈവിംഗ് പരിശീലനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രൈവിംഗ് ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങളപ്പുറത്ത് സീറ്റിലും കുത്തിരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ഡ്രൈവിങ് പഠിയില്ല. അപ്പോൾ അതുപോലെ പിന്നെ ഒരാൾക്ക് നീന്തൽ പഠിക്കണം, ഇയാളെ കുളത്തിൻ്റെ അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് ഞാനങ്ങനെ കുളത്തിൽ ചാടി മറിഞ്ഞ് ഇങ്ങനെയാണ് നീന്തുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി പോന്നിട്ട് ഇയാളെ പിടിച്ച് വെള്ളത്തിലിട്ട് എന്തോ എന്ന പോലെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുക. ഈ സാധനങ്ങളൊന്നും നമ്മളിനി എങ്ങനെ 100 വട്ടം കാണിച്ചു കൊടുത്താലും എന്താവില്ല, അതുപോലെ ആവില്ല. പിന്നെ എന്ത് ചെയ്യണം, ഇയാളെ കളത്തിലിറക്കണം, ഇയാളെ വെള്ളത്തിലിട്ടിട്ട് നീന്തിപ്പിക്കണം, ഇയാൾ ഡ്രൈവിംഗ് സീറ്റിലിരുത്തിയിട്ട് ഓടിക്കണം. വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിലുള്ള തെറ്റുകൾ എന്താ ഇങ്ങനെ ഇന്നതെങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാൽ തന്നെ നമ്മൾ തെറ്റ് തീരുള്ളൂ. എന്ന പോലെ സൂറത്തുൽ ഫാത്തിഹ ഖുർആൻ പാരായണം അതൊരു പരിശീലനമാണ്. അപ്പോൾ അത് പിന്നെ എന്ത് ചെയ്യണം, അത് ഓതിയിട്ട് ഓതിക്കൊടുത്ത് അതിലെ തെറ്റുകൾ തീർത്താൽ തന്നെ അത് തീരുള്ളൂ. എന്തായാലും എല്ലാവരും അതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم نبّر قلوبنا بالقرآن وزين أخلاقنا بالقرآن ونجنا من النار بالقرآن وادخلنا في الجنة بالقرآن. اللهم اجعل القرآن لنا في الدنيا قرينا وفي القبر مونسا وعلى الصراط نورا وفي الجنة رفيقا ومن النار سترا وحجابا وإلى الخيرات كلها دليلا. فاكتبنا على التمام وارزقنا أداء بالقلب واللسان وحب الخير والسعادة والبشارة من الإيمان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد. الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.